ഇപ്പോൾ ഇവർ വീണ്ടും മാൽദീവ്സിൽ ദിയയുടെ പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന സമയത്ത് ദിയ പറഞ്ഞ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. എല്ലാത്തിനും ഞങ്ങളോടൊപ്പം പണ്ട് മുതലേ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു എന്നാണ് ഇവർക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുകയും ടൂർ പ്ലാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ടീമിനെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾ പ്രേമിച്ചു നടന്ന കാലം തൊട്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ദിയ പറയുന്നു. എന്തിനു പറയണം, ഇവൻ ഉണ്ടാകാൻ കാരണമായ ബാലി ട്രിപ്പ് പോലും നിങ്ങളുടെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രേമം തൊട്ട് ഇപ്പോഴിതാ ഓമി ആയതിനു ശേഷം വരെ നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് തമാശ രൂപേണ പറയുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നൊരു വാർത്തയാണ് ഇതെന്ന് പറയാം. വളരെ തമാശ രൂപേണ ദിയ പറഞ്ഞത് തമാശയോടെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആരാധകരുടെ പ്രീതി വളരെയധികം സോഷ്യൽ മീഡിയയിൽ തങ്ങി നിൽക്കുന്നൊരു വാർത്തയായി തന്നെ മാറുന്നു എന്നുകൂടി പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ തൊട്ടറിഞ്ഞൊരു താരമാണ് ദിയ കൃഷ്ണ. അതുകൊണ്ട് തന്നെ ദിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷക പ്രീതിയോടെ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോഴിതാ ദിയയും അശ്വിനും തമ്മിൽ നടന്ന ആ ഒരു ചർച്ചയെക്കുറിച്ചും അതുപോലെ അത് വളരെ നന്നായിട്ട് അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനുണ്ടാകാൻ കാരണമായ ബാലി ട്രിപ്പ് പോലും ബഡ്ജറ്റ് ഹോളിഡേയ്സിൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും തമാശയായി തന്നെ കാണുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ മുൻപും തമാശ രൂപേണ ദിയ സംസാരിക്കാറുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അധികം ആർക്കും ആശ്ചര്യമില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണെങ്കിലും പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയണം. ഇപ്പോൾ ദിയ അങ്ങനെ പറയുമ്പോഴും എല്ലാവരും തമാശ രൂപേണ എടുത്ത് അതിനെ അങ്ങനെ തന്നെ കാണുകയാണ്. അതാണ് അതിൻ്റെതായ ഒരു ഭംഗിയിൽ തന്നെ അവർ തീർക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണിത്. ദിയോടുള്ള സ്നേഹം എന്നും പ്രേക്ഷകർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ദിയോയുടെ സ്നേഹത്തിനേക്കാൾ ഉപരി ദിയോയുടെ വീഡിയോ കാണുന്നതെല്ലാം ഓമിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം തമാശകൾ കേൾക്കുമ്പോൾ അവർ ചിലരൊക്കെ രസിക്കും, എന്നാൽ ചിലർ വിമർശിക്കും. അങ്ങനെ പറയണ്ടായിരുന്നു, എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നത്, അതൊക്കെ വളരെ മോശം പ്രക്രിയയാണ്. ഇങ്ങനെ പറയുന്നവരും നിരവധി പേരുണ്ട്. ഇത്തരത്തിൽ പല രീതിയിൽ രണ്ടാൾക്കാർ തന്നെയാണ് എപ്പോഴും ദിയയിൽ കമൻറ്റ് ചെയ്യാറുള്ളത്. എല്ലാവരും പ്രീതിപ്പെടുത്താൻ നമുക്കാവില്ല, നമ്മുടെ മനസ്സിനെ മാത്രമേ പ്രീതിപ്പെടുത്താനാകൂ. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്കോ ആ പറഞ്ഞ വ്യക്തി, അതായത് എൻ്റെ ഭർത്താവിനോ ഇല്ലാത്ത പ്രശ്നം ഒരിക്കലും നിങ്ങൾക്കും വേണ്ട എന്നാണ് ഇപ്പോൾ ദിയ തന്നെ പറയുന്നത്. ദിയ അത്തരത്തിൽ മാത്രമേ ഈ ഒരു കാര്യത്തെ കാണുകയുമുള്ളൂ. എത്രയൊക്കെ വിമർശനം പറഞ്ഞാലും ദിയ അതിനെ വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്കറിയാം. എന്ത് കമൻറ്റ് വന്നാലും, പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻറ്റ് വന്നാലും അതിനെയൊന്നും മൈൻഡ് ആക്കാതെയാണ് എപ്പോഴും ദിയ നോക്കാറുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.